ഹലോ ഗൈസ്, വെൽക്കം ടു ആർക്കേഷൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗോഡ്സില്ല -1 എന്ന മൂവിയുടെ റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. ആക്ച്വലി എനിക്കറിയാം റിവ്യൂ കുറച്ച് ലേറ്റായി, കാരണം ഒരു പടം വന്ന് ഞാൻ കാണാൻ കുറച്ച് പാടുപെട്ട്. കാരണം എല്ലാവർക്കും അറിയാം പടം ഇന്ത്യയിലൊന്നും റിലീസായിട്ടില്ല. OTT വന്നെങ്കിൽ അത് ജപ്പാൻ സൈഡിലാണ് റിലീസായത്. ആൻഡ് ഫൈനലി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പടം കണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ട് ഈ മൂവി, എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ സ്റ്റോറി നടക്കുന്നത് നമ്മുടെ ജപ്പാനിലാണ്. സോ ജപ്പാനിലെ ഒരു സെക്കൻഡ് വേൾഡ് വാർ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. സോ നമുക്കറിയാം ഒരു വേൾഡ് വാർ കാലഘട്ടത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചത് ഈ ഒരു ജപ്പാനിലുള്ള പീപ്പിൾസാണ്. അപ്പോൾ അവരെന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചെന്ന് ഈ പടത്തിൽ നേരെ കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഗോഡ്സിലയും കൂടെ ഇടയിൽ കയറി വന്നാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഗോഡ്സില്ല വേഴ്സസ് ഹ്യൂമൻസ്, അതാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഒരു സോൾജറിനെ ഫോക്കസ് ചെയ്താണ് ഒരു സ്റ്റോറി പോകുന്നത്. അപ്പോൾ ആ ഒരു സോൾജർ വന്ന് ഇങ്ങനെ ഗോഡ്സിലെ കൊല്ലാൻ ഒരു ചാൻസ് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബട്ട് പുള്ളി ചെയ്തില്ല. അപ്പോൾ ഗോഡ്സിലെ വന്ന് പുള്ളിയുടെ ടീമിലുള്ള ആൾക്കാരെ തന്നെ കൊന്നു കളയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം വന്ന് ഇദ്ദേഹത്തിന് ഒരു PTSD ആയിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥ. സോ അദ്ദേഹം എങ്ങനെ ഗോഡ്സിലെ എടുത്ത് റിവെഞ്ച് എടുക്കുന്നു, അതും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫാമിലിക്ക് വേണ്ടിയും എങ്ങനെയൊക്കെ റിവെഞ്ച് ചെയ്യുന്നു, ആ ജപ്പാൻ പീപ്പിൾസിന് വേണ്ടി അത് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കാര്യം വേണ്ടി കാണിക്കുന്നുണ്ട്. ആ സോൾജർ വന്നൊരു ആദ്യം ഒരു പേടിത്തൂറിയായിട്ടാണ് കാണിച്ചത്. പുള്ളിക്ക് ഒരു ധൈര്യമില്ലാത്ത രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ആ സോൾജർ താനൊരു ധൈര്യശാലിയാണെന്ന് പ്രൂഫ് ചെയ്യുന്ന രീതിയിൽ ഒരു എന്താ പറയുക, ഗോഡ്സിലയുടെ അടുത്ത് റിവെഞ്ചും ഫോക്കസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് എൻ്റെ കഥ പോകുന്നത്. അതൊക്കെ സൂപ്പറായിട്ടുണ്ട്. സ്റ്റോറി വന്ന് ഗംഭീരമായിട്ടുണ്ട്. പടത്തിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിലോട്ട് ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പടത്തിൻ്റെ ഒരു VFX ആണ്. എല്ലാവർക്കും അറിയാം ഈ ഒരു മൂവിക്ക് വന്ന് ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സിനുള്ള ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഈ പടം കാണുമ്പോൾ പിടികിട്ടും. സോ ആ ഒരു വിഷ്വൽസ് ആയാലും പടത്തിൻ്റെ ക്വാളിറ്റി ആയാലും സിനിമോട്ടോഗ്രാഫി ആയാലും എല്ലാം സൂപ്പറായിട്ടുണ്ടായിരുന്നു. അത് വിഷ്വൽസൊക്കെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ഇത്രയും നല്ല വിഷ്വൽസ് ചെയ്യാൻ പറ്റുമെന്ന് ഇവർ തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. അത് ഓരോ സീനൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ ക്വാളിറ്റി ആയാലും സിനിമോട്ടോഗ്രാഫിയൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ വന്ന് ഗോഡ്സിലയുടെ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇതിൽ കാണുന്ന ഗോഡ്സിലെ വന്ന ഒരു ടോഹോയുടെ വെർഷൻ ഗോഡ്സിലെയാണ് നമ്മൾ കാണുന്നത്. അതായത് ജാപ്പനീസ് കൾച്ചറിൽ ഈ ഗോഡ്സിലെ എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട്. അപ്പം ആ ഒരു ഗോഡ്സിലെയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. നമ്മളിപ്പോൾ ലെജൻഡറി മോൺസ്റ്റർവേഴ്സ് കണ്ട ഒരു ഗോഡ്സിലല്ലേ ഉള്ളത്. കാരണം ഇവിടെ പറഞ്ഞ ഗോഡ്സില പക്ക ഒരു ഈവിളായിട്ടുള്ള ഒരു മോൺസ്റ്ററായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ ബാലൻസോ നാച്ചുറോ അങ്ങനെയൊന്നും ഇല്ല. പുള്ളി കണ്ണി കാണുന്ന എല്ലാവരെയും കൊല്ലുന്ന ഒരു പക്ക ടൈറ്റനായിട്ടാണ് ഇതിൽ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഒരു ഗോഡ്സിലയുടെ സൈസും കുറവാണ്. നമ്മുടെ ഈ ലെജൻഡറി ഗോഡ്സിലയിൽ അത്ര സൈസൊന്നും ഇല്ല, ബട്ട് ഭയങ്കരമായിട്ടുണ്ട് ഈ ഗോഡ്സില. കാണുമ്പോൾ തന്നെ പേടിയാവും. ഇപ്പം ഗോഡ്സില വരുമ്പോൾ തന്നെ നമുക്കൊരു പേടി വരും. അടുത്ത് ഇവൻ ആരെയൊക്കെയാണ് കൊല്ലാൻ പോകുന്നത് എന്നൊരു തോട്ടാണ് വരുന്നത്. സോ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഗോഡ്സിലെ കാണാൻ. ആൻഡ് അതേപോലെ തന്നെ ഗോഡ്സിലയുടെ അറ്റോമിക് ബ്രീത്ത് പൊളിയായിട്ടുണ്ടായിരുന്നു. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നുന്നു ഇനി മുമ്പേ നമ്മുടെ ലെജൻഡറി ഗോഡ്സിലെ പോലും ഇത്രയ്ക്കൊരു അറ്റോമിക് ബ്രീത്ത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇതിൻ്റെ അറ്റോമിക് ബ്രീത്ത് ഭയങ്കരമായിട്ടുണ്ട്. അത് വിടുന്ന സമയത്ത് എന്തോ ഒരു ന്യൂക്ലിയർ ബോംബിട്ടൊരു എഫക്റ്റാണ് കിട്ടിയത്. സോ അറ്റോമിക് ബ്രീത്ത് പോണ സീനായാലും അത് കൊണ്ടതിന് ശേഷം ഒരു ഷോക്ക് വേവ് ഒക്കെ വരും, അതുൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സോ ആ ഒരു അറ്റോമിക് ബ്രീത്ത് സീൻ തന്നെ ഗംഭീരമായിട്ടുണ്ട്. കൂടാതെ ഈ ഒരു പടത്തിൻ്റെ ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സോൾജറും പുള്ളിയുടെ ഫാമിലിയും ഒരു അച്ഛൻ മകൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരുപാട് ഇമോഷൻസ് ഒക്കെ വരുന്നുണ്ട്. ചില സമയത്തൊക്കെ നമുക്ക് നല്ലവണ്ണം വിഷമമായി നമ്മൾ ഏകദേശം കരയുന്ന സ്റ്റേജിലോട്ട് പോകും. അത്രത്തോളം നല്ലൊരു ഇമോഷൻസ് അവർ ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് നെഗറ്റീവ് സൈഡിലോട്ട് വരികയാണെങ്കിൽ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോഡ്സിലെ വന്ന് ചില ഇടങ്ങളിൽ കാണുമ്പോൾ എന്തോ ഒരു പാവയെ പോലെ എനിക്ക് തോന്നി. നടക്കുന്ന സീനൊക്കെ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ തോന്നി. ആൻഡ് അതേപോലെ തന്നെ പടം കുറച്ച് സ്ലോ ആയിട്ടാണ് പോണത് തുടക്കമൊക്കെ. സോ പിന്നീടാണ് പടം വേറെ ലെവലാവണം. ഓക്കെ, അപ്പോൾ അതുവരെ ഒന്ന് നമ്മൾ സമാധാനത്തോടെ ഇരുന്ന് കാണണം. സോ ആൾറൗണ്ട് ഗോഡ്സില്ല -1 മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു കിടിലൻ പടമാണ്. ഗോഡ്സില്ല ഫാൻസൊക്കെ ഉറപ്പായിട്ടും കാണേണ്ട ഒരു മൂവിയാണ്. ആൻഡ് പടം ആൾറെഡി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണിക്കുക മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.